Hello guys, Assalamualaikum. Welcome back to my channel. Hope all are doing great. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ്. പിന്നെ മോളെ എഴുന്നേൽപ്പിക്കാതെ വേണം ഇറങ്ങാൻ, അവൾ എഴുന്നേറ്റാൽ ഇറങ്ങാറാവും, അതുകൊണ്ട്. മൂപ്പരോട് യാത്ര പറഞ്ഞ് ഞാൻ ലഗേജ് എടുത്ത് അകത്തേക്ക് പോയി. ഡൊമസ്റ്റിക് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആ ടൈം ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല, അധികം തിരക്കുണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോർഡിംഗ് പാസ് എടുത്തു, ലഗേജും ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് അവിടെ സീറ്റിലിരുന്നു. ആരും ഉണ്ടായില്ല അധികം. ടൈമായപ്പോൾ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. ഫ്ലൈറ്റിനടുത്തെത്തിയപ്പോൾ പിന്നെ ബസ് നിർത്തി ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിൽ കയറി ഒരാളായിട്ട്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, കൊച്ചിയിലേക്കായതുകൊണ്ടോ എന്തോ, അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലും നല്ല സ്ഥലവും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സീറ്റിൻ്റെ അതിൽ ഞാൻ മാത്രമായിരുന്നു, അതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കാനും പറ്റി. നല്ല ഇതായിരുന്നു. പിന്നെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമല്ലേ വിൻഡോ സീറ്റ് കിട്ടിയാൽ. അങ്ങനെ കുറേ സമയം പുറത്തേക്ക് നോക്കിയിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പിന്നെ ടേക്ക് ഓഫിനുള്ള ടൈമായി. അപ്പം ക്യാബിൻ ക്രൂ വന്നിട്ട് ഫോണ് ഓഫാക്കി വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ ഓഫാക്കി വെച്ചു. ഫ്ലൈറ്റ് കയറിയപ്പം പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കൊച്ചിയിൽ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. കാരണം 1.5 മണിക്കൂർ എന്തോ ആണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അത്രയൊന്നും വന്നില്ല. ഞങ്ങൾ 10:15 അവിടെ ലാൻഡിങ് ടൈം പറഞ്ഞത്. പക്ഷെ ഞാൻ 10 മണിയാകുമ്പോൾ തന്നെ കൊച്ചിയിലെത്തി, അവിടെ ഇറങ്ങി. പിന്നെ അവിടെ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നു. അതിലിടക്കൊന്ന് ടോയ്ലറ്റിൽ പോയി.
ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി എയർപോർട്ട് കാണുന്നത്. ഇതുവരെ ഞാൻ കൊച്ചി എയർപോർട്ട് സിനിമയെ കണ്ടതല്ലാതെ നേരിട്ട് കണ്ടിരുന്നില്ല. അപ്പം കണ്ടപ്പോൾ സത്യമായിട്ട് നല്ലൊരു എയർപോർട്ട്. അധികം ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു നല്ല വലിയ തിരക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല കാണാനൊക്കെ നല്ല ഒരിതായിരുന്നു. ലഗേജിൽ കാത്തുനിന്നു കുറച്ച് സമയം കഴിഞ്ഞായിരുന്നു ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ലഗേജ് എടുത്ത് പിന്നെ ഞാൻ പുറത്തു പോയി. ഞാനൊന്നും നാസ്തയൊന്നും കഴിച്ചില്ല. വെറും ഒരു കട്ടൻ ചായ മാത്രമേ ഞാൻ കഴിച്ചില്ലായിരുന്നു പോകുമ്പോൾ. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ, പിന്നെ ഡൽഹിയിൽ എത്തിയാലല്ലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ ഞാൻ പുറത്തു പോയി. അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ പോലെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ചായയും പിന്നെ ഒരു പപ്സും ഒരു വടയും വാങ്ങിച്ചു. അതും കഴിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയി. എല്ലാം കഴിഞ്ഞു. ബോട്ടിങ്ങിനുള്ള ടൈമായപ്പോൾ പിന്നെ ഞാൻ അകത്ത് കിടന്ന് ലഗേജ് ഡ്രോപ്പ് ചെയ്തു. ബോർഡിംഗ് പാസ് എടുത്ത് നമ്മുടെ ഗേറ്റിലേക്ക് പോയി. നല്ല ഭംഗിയാട്ടോ കൊച്ചി എയർപോർട്ട് കാണാൻ. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അധികം ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കൊച്ചിയിൽ നിന്ന് എൻ്റെ കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു, ജസ്നീത്തയും മോളും. മൂപ്പര് ഞാൻ അതിലിടയ്ക്ക് വിളിച്ചായിരുന്നു. അവർ പറഞ്ഞു അരമണിക്കൂർ കൊണ്ട് എത്തും, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണെന്ന്. പിന്നെ അവരെ കാത്ത് ഞാനവിടെ ഗേറ്റിനടുത്തിരുന്നു. ഒരു അരമണിക്കൂർ ആയിട്ടില്ല, അപ്പോഴത്തേക്കും അവർ വന്നായിരുന്നു. പിന്നെ എനിക്ക് സമാധാനമായി, കൂടുന്ന ആളായല്ലോ. കൂടുന്ന അങ്ങനെയല്ല, ടെൻഷൻ ഉണ്ടായിട്ടല്ല. പക്ഷെ സത്യത്തിലില്ലേ അവിടെ ഇരുന്നിട്ട് എനിക്ക് ബോറടിച്ചായിരുന്നു. ആരോടും വർത്താനം പറയാനോ ഒന്നും പറ്റായിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിച്ചു. അപ്പം അവർ വന്നതിന് ശേഷം വർത്താനം പറയാൻ ആളായല്ലോ. ഇതാണ് ജസ്നിതയും മോളും. മോളെ പേര് നേഹ എന്നാണ്. സൂപ്പറാണ് ആള്. എന്നെ പോലെ തന്നെ നല്ലോണം സംസാരിക്കുകയും പഠിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ കയറുന്ന ടൈമായപ്പം ഫ്ലൈറ്റിന് കയറി. സീറ്റ് ഞങ്ങൾക്ക് അടുത്തടുത്ത് കിട്ടിയില്ല. എനിക്ക് ഫ്രണ്ട് തന്നെയായിരുന്നു സീറ്റ് കിട്ടിയത്. അവർക്ക് കുറച്ച് കോട്ടായിട്ടാണ് കിട്ടിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഡൽഹിയിലെത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി, ബസ് കയറി പുറത്തേക്ക് വന്നു. പിന്നെ നല്ല വലിയ എയർപോർട്ടാണ് ഡൽഹി. ഇപ്പം സത്യത്തിൽ പേടി തോന്നും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ. കാരണം ഭാഷയും എല്ലാം ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ജസ്നിത്തി നേഹ ഉള്ളത് കൊണ്ടും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പെട്ടെന്ന് കിട്ടി അവിടുന്ന് ലഗേജ്. ഞങ്ങൾക്ക് അധികം വൈകേണ്ടി വന്നില്ല. ലഗേജ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നു. അപ്പോഴത്തേക്കും അവർ ഞങ്ങൾക്ക് ഹോട്ടലിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു. അവിടേക്ക് ടാക്സി പിടിച്ച് പോകാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഊബറിൽ ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് പോയി. റൂമിലേക്ക് അരമണിക്കൂർ ഓട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവാണ് റൂമിലേക്ക്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതാണ് ഞങ്ങളെ ഹോട്ടല്. അത്യാവശ്യം 3 സ്റ്റാർ ഹോട്ടലായിരുന്നു. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇത്രയും കുറഞ്ഞ ചിലവിൽ പോകുമ്പോൾ ഇത്രയും നല്ലൊരു ഹോട്ടൽ ശരിക്കും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ല നീറ്റോടെ നല്ല ഹോട്ടലായിരുന്നു. ഞങ്ങൾക്കൊക്കെ നല്ല കംഫർട്ടായി. ഡൽഹിയിലെ തെരുവുകളിലൂടെ ഇങ്ങനെ അലയുകയാണ്, തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്, പാനിപൂരിക്കായി തപ്പി നടക്കുകയാണ്. പക്ഷെ നമ്മൾ പൂരി മാത്രം കാണുന്നില്ല. ഞങ്ങളിപ്പോൾ തിരിച്ച് റൂമിലെത്തുമെന്ന് തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
ഇതിലൂടെയാണല്ലോ നമ്മള് പാനിപ്പൂരി ആവുമെന്ന് സംശയമുണ്ട്. എവിടെയും നമ്മൾ എത്തിച്ചേരുന്നാണ് നമ്മളൊരു പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എത്താതിരിക്കില്ല. We have to be adventurous in life. അങ്ങനെയുള്ള കുറച്ച് ഇംഗ്ലീഷിൽ പറയും. അഡ്വഞ്ചറസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നേരിടണം. അപ്പോൾ എത്തിച്ചേരുന്നത് ഞങ്ങൾ എവിടെ നിന്നാണെങ്കിലും പാനിപൂരി കഴിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് അടങ്ങുള്ളൂ. അപ്പോ കാണാം പാനിപ്പൂരി കിട്ടുമോ. റൂമിന്റെ സ്ഥലം എത്തി. പാനിപ്പൂരി ഞങ്ങൾ കഴിക്കും. പാനിപ്പൂരി കിട്ടിയില്ലെങ്കിലും റൂമിൽ അവിടെ പാനിപ്പൂരി കിട്ടോ? എല്ലാവരും ചായയുള്ളൂ. നടന്ന് ഞങ്ങൾ പാനിപ്പൂരി എത്തിച്ചു. ഈ സൈഡ് അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെ തെരുവുകളിൽ പാനിപ്പൂരി പ്ലേറ്റും നീട്ടി കോർത്തിരിക്കുകയാണ്. ഒരു പാനിപ്പൂരി തരൂ ചേട്ടാ. അങ്ങനെ ഇതാ കിട്ടിയിരിക്കുന്ന അവസാനം നമുക്ക് ഇതൊന്ന് കഴിക്കട്ടെ. അങ്ങനെ പാനിപ്പൂരി കഴിച്ചു. വയറ് തുറന്നു. നല്ല സുഖം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഗൈസ് പാനിപ്പൂരിയെല്ലാം കഴിച്ചിട്ട് നമ്മള് റൂമിലേക്ക് പോവാണ്. നല്ല എരിവുള്ളത് കഴിച്ചിട്ട് മൂക്ക് നല്ല വെള്ളമെല്ലാം വന്നു. ചായ കുടിക്കണം എന്ന് വിചാരിക്കുന്നത്. റൂമിൽ പോയി കട്ടൻ ചായ കുടിക്കാം. നല്ല തണുപ്പ്, സൂപ്പറാ. പക്ഷേ സ്ഥലമൊക്കെ എല്ലാം സൂപ്പറാ. ഞങ്ങൾ വീണ്ടും റൂമിലെത്തിയിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, തണുത്തിട്ട് നമുക്ക് റൂമിലും കണക്കന്നെ സൂൺ ഇനി ഫുഡ് കഴിക്കാൻ പോകും. പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിരുന്നു. പിന്നെ വേറെ തെറ്റിദ്ധരിക്കുമ്പോ കുഴപ്പമില്ല. അല്ല അങ്ങനല്ല, ഒരു ചെറിയ പാനിപൂരി. അത് കഴിഞ്ഞ് ഇനി ഞങ്ങള് റൂംമേറ്റ്സിനൊക്കെ ഇനി പരിചയപ്പെടാൻ പോകണം. ഞങ്ങള് വളരെ കുറച്ചുപേരെ പരിചയപ്പെട്ടിട്ടുള്ളൂ. മരിക്ക വഴി ഓരോന്നായിട്ടുണ്ടാവും. മെമ്പേഴ്സ് കൂടി എന്താവോ നല്ലായിരിക്കും. കുക്കിംഗ് ഭയങ്കര എളുപ്പം കൂടുതൽ കുട്ടിയാണ്. നമുക്ക് അങ്ങനൊന്നും. ഓക്കെ സോറി ഒച്ചുണ്ടാക്കിയാണ്. നമ്മൾ മലയാളികൾ എവിടെ പോയാലും ചടങ്ങും. ഇന്നത്തെ ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാരും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ശുഭനിദ്ര. കുശ് രഹിയേ, പ്യാർ ബാട്ടിയേ, കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഓക്കെ.